നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഒരിടമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ശാസ്ത്ര ഈ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള കൺസെപ്റ്റ് ശരിയല്ല, അതിൽ പാളിച്ച പറ്റുന്നു എന്നുള്ളതാണ് മനോജ് പറഞ്ഞിരുന്നത്. അതായത് പ്രിസഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള കുറേ പേപ്പറുകളും അതിൻ്റെ ചാർട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് താങ്കൾ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഒരു പാളിച്ചയെ കുറിച്ചിട്ട്? ഇപ്പോൾ 365 ദിവസം കൊണ്ട് ഭൂമി കറങ്ങുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നുള്ള ഒരു അല്ലേ, ആ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്, നിലവിലുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അതിൽ പാളിച്ചുണ്ട്. അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവിനെ കുറിച്ച് ഉള്ള കൺസെപ്റ്റ്, അതിൽ പാളിച്ചുണ്ട്. അത്തരം കാര്യങ്ങളാണ് താങ്കൾ കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ താങ്കളുടെ പഠനം ആ വഴിക്കാണ് പോയിട്ടുള്ളത്. ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചു വെച്ചത് ഇതിൻ്റെ ആ ഒരു വലിയ വിഷയങ്ങളുടെ, അല്ലെങ്കിൽ ഒരു വിഷയമല്ല, ഒരുപാട് വിഷയങ്ങളുടെ ഒരു ആമുഖം മാത്രമേ ആയിട്ടുള്ളൂ. അതെ. നിലവിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കാത്തതുകൊണ്ട്, ശാസ്ത്രത്തിന് അത് വിഷയമല്ലാത്തതുകൊണ്ട് ഇതുവരെ അത് കണ്ടെത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചു വെച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ വിഷയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തുടക്കം മുതൽ തന്നെ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ വാർഷിക ചലനം എന്ന് പറയുന്നത്, അത് പരിക്രമണം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം, അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറ്. ഒന്ന്, നമ്മളെ ഋതുക്കൾ, സീസൺസ് ഉണ്ടാകുന്നു. 4 സീസൺസ് പ്രധാനമായിട്ട് വരുന്നത് ഈ ഭൂമി സൂര്യൻ്റെ പല ഭാഗങ്ങളിൽ എത്തുമ്പോൾ അവിടേക്ക് സൂര്യനിൽ നിന്നുള്ള പ്രകാശങ്ങളുടെയും വികിരണങ്ങളുടെയും ഏറ്റക്കുറിച്ചിലുകൾ, അതായത് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമുള്ള ഈ 6 ഋതുക്കൾ 6 ഋതുക്കൾ വരുന്നതിനെ വസന്ത ഹേമന്തം എന്ന് പറയുന്ന അതിൻ്റെ അത് വരാനുള്ള കാരണമായിട്ട് നമ്മൾ പറയുന്നത് അതാത് സമയത്ത് ഓരോ ഈ പൊസിഷനിലും, അതായത് ഓർബിറ്റൽ അതിൽ കൂടെ ആ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെ ഓരോ പൊസിഷനിലും എത്തുമ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെയും വികിരണങ്ങളുടെയും അളവ് മാറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നതിനാണ് നമ്മൾ അവിടുത്തെ ഓരോ സീസണിൻ്റെ കാരണമെന്ന് ഇപ്പോൾ പഠിച്ചു വയ്ക്കുന്നത്. അതിലൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചു, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രിസഷൻ എന്ന് പറഞ്ഞ ആധുനിക പഠനം വരുന്നതിന് മുൻപേ ഇത് സെറ്റായി പോയതാവാനാണ് സാധ്യത. അതിന് പ്രധാനമായിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ 23 ഡിഗ്രി ചെരിവ് നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളുടെ ഒരു സമയമുണ്ട്. ആ ഡിസംബർ ജനുവരി, നമ്മൾ വർഷത്തിൻ്റെ തുടക്കം എന്നുള്ള പോലെ ഡിസംബർ ജനുവരി സമയത്ത് നമുക്കത് വരുന്നത് ഇവിടെ ദക്ഷിണായന സമയമാണ് വരുന്നത്. അതായത് ദക്ഷിണ ധ്രുവത്തിൽ കൂടുതൽ പ്രകാശം വരുന്നു, ഉത്തര ധ്രുവത്തിൽ കുറവും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ മഞ്ഞുകാലമാകുന്നു, അതായത് അവിടേക്ക് നേരിട്ട് സൂര്യപ്രകാശം കുറവ് കിട്ടുന്നു എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങളിൽ പഠിക്കാനുള്ള 10ാം ക്ലാസ്സിലെ ഒക്കെ പുസ്തകങ്ങളിൽ മുതൽ എല്ലാവിധ നാസയുടെയൊക്കെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഇത് കാണാൻ കിട്ടും. ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തണുപ്പിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ അതിന് കാരണം ഉത്തരധ്രുവം സൂര്യനിൽ നിന്ന് അകന്ന് അതായത് സൂര്യനിൽ നിന്ന് എവേ എന്നുള്ള ഒരു പ്രയോഗമാണ് അവിടെ വരുന്നത്. സൂര്യനിൽ നിന്ന് അകന്ന് ഉത്തരധ്രുവം നിൽക്കുന്നു. അതങ്ങനെ ചെരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് ജൂൺ ജൂലൈ സമയത്താണ് ഇത് ടുവേർഡ്സ് ആവുന്നത്, സൂര്യന് നേരെ വരുന്നത്. അതായത് വടക്കൻ അർദ്ധഗോളം സൂര്യന് നേരെ വരുമ്പോൾ അവിടെ എന്താണ് ഇപ്പോഴത്തെ സമ്മർ സീസൺ അവിടെ ഉണ്ടാവുന്നു, വെയിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തര ധ്രുവം ഭൂമിനെ മൊത്തം അങ്ങോട്ട് തിരിച്ച് ആ ചെരിവിനെ അങ്ങോട്ട് ചെരിക്കുന്ന ചിത്രത്തിൽ എളുപ്പമാണ്. ഗ്ലോബ് വെച്ച് ചെയ്യുമ്പോഴും അത് വലിയ പ്രയാസം തോന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതിൽ അവിടെ ഒപ്പിക്കുന്നുണ്ട്. ഈ ഉത്തര ധ്രുവത്തിക്കും ദക്ഷിണ ധ്രുവത്തിക്കും വെളിച്ചത്തിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബിനെ ചരിച്ചു വെക്കുന്നത് ഭൂമിയല്ലല്ലോ. ഭൂമി അത് വലിയൊരു സംഭവമാണല്ലോ. അപ്പൊ അവിടുത്തെ ആ ഒരു പ്രാക്ടിക്കലി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു ഗ്ലോബ് വെച്ചിട്ട് എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇതൊരു ഭൂമിയുടെ കൺസെപ്റ്റിൽ ആ കറക്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്താൽ, അല്ലെങ്കിൽ കൃത്യമായി വൃത്തത്തിൽ ഇത് ചലിപ്പിച്ചാൽ നമുക്ക് ഏകദേശം അതിന്റെ മാറ്റം പിടികിട്ടും. ഇതിൽ രണ്ടാമതൊരു കാര്യമുള്ളത്, ഈ ഒരു ചെരുവിനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ ഡിസംബർ ജനുവരി സമയത്ത്
ഉത്തര ധ്രുവത്തിന്റെ അതായത് ആ പോളാർ സ്റ്റാർ അതായത് ധ്രുവ നക്ഷത്രം ഇതിന് നേരെ നമ്മളെ വടക്കൻ അർദ്ധഗോളത്തിൽ അതായത് ഉത്തര ധ്രുവത്തിന്റെ ധ്രുവപ്രദേശത്തിന് നേരെ മുകളിൽ അല്ലെങ്കിൽ ആക്സിലിന്റെ നമ്മൾ ഭൂമിയുടെ ടിൽറ്റിൽ ആ ആക്സിലിന്റെ നേരെ മുകളിൽ ധ്രുവ നക്ഷത്രം ഉണ്ട്. അതൊരു ലാൻഡ്മാർക്ക് പോലെ നമ്മൾ ആ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി ഭൂമിയുടെ ഈ ഭ്രമണപഥത്തിൽ എവിടെ ആവുമ്പോഴും എന്ത് വേണം, ഇത് അത് അങ്ങോട്ട് തന്നെ ചെരിഞ്ഞിരിക്കണം. എങ്ങനെ നേരെ മേലേക്ക് ഏകദേശം കിട്ടുള്ളൂ. അതായത് ഈ ഏകദേശം എന്ന് പറയാനുള്ള കാരണം നമ്മള് ഡിസംബർ ജനുവരിയുള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ 6 മാസം സഞ്ചരിക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം 30 കോടി കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഡിസംബർ ജനുവരി മുതൽ ഒരു ഹാഫ് റൗണ്ട് വന്നാലാണല്ലോ, 6 മാസം വന്നാലാണല്ലോ ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം തിരിച്ചങ്ങോട്ട് വരേണ്ട ടുവേർഡ്സ് ഒക്കെ ആയി വരുന്നത്. ആ സമയം ആകുമ്പോഴേക്ക് നമ്മൾ 30 കോടി കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഈ 30 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനെ സംബന്ധിച്ച് വളരെ ഏറ്റവും മൈന്യൂട്ടായ ഒരു ദൂരമാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മളൊരു സൂര്യപ്രകാശം നമ്മളുടെ ഭൂമിയിലേക്ക് എത്താൻ വെറും 8 മിനിറ്റ് ആണ്. 8 മിനിറ്റ് ഏതാനും സെക്കൻഡ്, ഓക്കെ, അറൗണ്ട് 8 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഡിസംബർ ജനുവരി മാസത്തുള്ള ആ 8 മിനിറ്റും ഇപ്പുറത്തെ ജൂൺ ജൂലൈക്ക് വരുന്ന 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 16 മിനിറ്റിന്റെ ദൂരമേ പ്രകാശത്തിനെ സംബന്ധിച്ച് മാറ്റം വന്നിട്ടുള്ളൂ. ഇത് അപ്പുറത്തെ 8 മിനിറ്റും ഇപ്പുറത്തെ 8 മിനിറ്റും അല്ലെ, 6 മാസം കൊണ്ട് വരാവുന്ന ആ ഒരു ഭൂമിയുടെ ആ സ്ഥാനമാറ്റത്തിനാണ് ഈ പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്നൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളാർ സ്റ്റാർ നിൽക്കുന്നത് ഭൂമിയിൽ നിന്ന് 431 പ്രകാശ വർഷം അകലെയാണ്. അപ്പൊ അതിന്റെ ആ ഡിസ്റ്റൻസിന്റെ മാറ്റം ഒന്ന് അവിടെ കാണണം. നമ്മള് പറയുമല്ലോ, നമ്മള് സൂര്യൻ നട്ടിച്ച സൂര്യൻ നമ്മളെ തലയ്ക്ക് മേലെ ഇങ്ങനെ നമുക്കാണ്, നമ്മൾ എന്ത് ചെയ്യണു, നമ്മള് നിന്നോടത്തുനിന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും സൂര്യൻ അവിടുന്ന് മാറില്ലല്ലോ. അത്ര പോലും അലങ്ങാൻ പാടില്ല എന്നുള്ള, അതായത് അതിനൊരു മാറ്റം വരുന്നില്ല അവിടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ദൂരം, അതായത് നമ്മൾ 8 മിനിറ്റും 8 to 16 മിനിറ്റിന്റെ ഡിസ്റ്റൻസേ ഇവിടെ വന്നിട്ടുള്ളൂ, ഈ ഭ്രമണപഥത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷെ പ്രകാശം 1 വർഷം സഞ്ചരിക്കുന്നതിനാണ് പ്രകാശ വർഷം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തോരം പോകുന്നുണ്ട് ദൂരം. അങ്ങനത്തെ 431 പ്രകാശ വർഷം അകലെയുള്ള പോളാർ സ്റ്റാറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ അച്ചുതണ്ടിനെ നമ്മൾ അങ്ങോട്ടും ടുവേർഡ്സും എവേ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കളിക്കുന്നു. അതാണ് ഒരു വിഷയം. 2, നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ അയന ചലനങ്ങൾ കിട്ടണം. അത് നിരപ്പായ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഓടുന്ന ആളുടെ ഒരു ഭാഗം പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും വേറൊരു ഭാഗം അങ്ങോട്ട് പോകാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു 10-400 വർഷം അല്ലെങ്കിൽ 300 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ബേസ് ആയിരിക്കും ഇത്. ഇവിടെയാണ് അതിന്റെ ആ ഏറ്റവും വലിയ പെശകി കിടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്യുതണ്ടിന്റെ ചെരുവിന് കറക്കമുണ്ട്, അതിന് ക്ലോക്ക് വൈസിലൊരു കറക്കമുണ്ട്. അത് ശാസ്ത്രത്തിന് അറിയുന്നതാണ്. പക്ഷെ റീസെന്റ് ആയിട്ടാണ് തോന്നുന്നത് അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ ബേസ് അവർ തിരുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡിഗ്രി ഇത് ഈ പ്രിസഷന്റെ 26,000 വർഷം വേണമെന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നല്ലോ, സൂചിപ്പിച്ചിരുന്നു. 25,782 വർഷം വരുന്ന ഒരു ഇതാണ് വരുന്നത്. അത്രയും വർഷം വേണ്ട ഒരു പ്രിസഷന്റെ ചലനം നമ്മൾ വെറും 365 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നടത്തുമ്പോൾ അതിന്റെ മാറ്റം ചെറുതാണ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ ശരിക്കും പറഞ്ഞാൽ ബേസിക് ഈ പ്രശ്നമാണ് ശരിക്കും 365 ദിവസം എന്നുള്ളതിനെ ഇത്രയും നീണ്ട ഒരു വലിയൊരു പ്രോസസ്. അതായത് 72 വർഷം നീളണം ഒരു ഡിഗ്രി ഇത് ചേഞ്ച് ചെയ്യാൻ. ഈ മൊത്തം ഒരു 360 ഡിഗ്രി ആണല്ലോ ഒരു വൃത്തമുള്ളത്. അതിലത്തെ ഒരു ഡിഗ്രി ഇത് മാറണമെന്നുണ്ടെങ്കിൽ മിനിമം 72 വർഷത്തോളം വേണം. അങ്ങനെയുള്ള 72 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു മനുഷ്യായുസിന്റെ ഏകദേശം ഒരു ആവറേജ് അയാൾ 72 വർഷം ജീവിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ അതിന്റെ ഒരു അനുഭവം ഒരു ആയുസിൽ ഒരു തവണ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ എന്തൊക്കെയോ ഒപ്പിക്കാൻ വേണ്ടി, സീസൺസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് അത് ഒപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് നമ്മുടെ സമുദ്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വരാവുന്ന ആ ഒറിജിനൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ. നമ്മൾ കഥ പറയുന്ന അല്ലെങ്കിൽ പുസ്തകത്തിൽ പഠിക്കാൻ പറയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഒപ്പിച്ച സാധനം അല്ലല്ലോ ഭൂമി ശരിക്കും നടത്തുന്നത്. ഭൂമിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇത് നാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ഭൂമി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ കറക്കങ്ങളും അതിൽ വരുന്ന ആവർത്തനങ്ങളും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് നമ്മളിപ്പോ. വാസ്തവത്തില് നാസ എടുത്തിട്ടുള്ള ഫോട്ടോസ് വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നാസയിൽ നിന്ന് വന്നിട്ടുള്ള പടങ്ങൾ വെച്ചുകൊണ്ടാണ് അതെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ നിലവിൽ നെറ്റിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബ് വെച്ച് ചെയ്തതേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അതായത് ഈ ഓരോ സമയത്തും, അതായത് പ്രിസഷന്റെ ഓരോ സമയത്തും ഇത്ര വർഷം കഴിഞ്ഞാൽ ഭൂമി എവിടെയാവും അല്ലെങ്കിൽ ഭൂമിന്റെ അവസ്ഥ എന്താവും എന്നറിയാൻ ഗ്ലോബിൽ നമുക്ക് പിടിയിട്ടില്ല. അതിനുവേണ്ടി ഒറിജിനൽ ഒരു ഭൂമിയുടെ അനിമേറ്റഡ് ഇമേജ് ആണെങ്കിൽ അതിൽ നമുക്ക് വൻകരകളും ബാക്കിയുള്ളതും എല്ലാം ആക്ച്വൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഭൂമിയുടെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. അവിടെയാണ് ഇതിന്റെ മാറ്റം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറഞ്ഞ ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി നമ്മൾ ആ പീക്ക് പറയാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇപ്പോൾ ഭൂമിയുടെ ഇത് കാണുന്നത് പറഞ്ഞാൽ കറക്റ്റ് ഭൂമധ്യരേഖ എന്തായിട്ട് കാണാൻ പറ്റും, താഴിമേലും അർദ്ധഗോളങ്ങളുമായിട്ടുള്ള ഒരവസ്ഥയിലുള്ളത്. ഇത് നമ്മള് മാർച്ചിന്റെ സമദിന രാത്രങ്ങൾക്ക് എത്തുമ്പോഴേക്ക് 90 ഡിഗ്രി ചെരിഞ്ഞാൽ മാത്രമേ ഈ പോളാർ സ്റ്റാറിന്റെ അവിടേക്ക് ഇതിനെ ചെരിച്ചു വെക്കാൻ പറ്റുള്ളൂ. 90 ഡിഗ്രി ചെരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കളിയല്ല അവിടെ വരുന്നത്. നമ്മളവിടെ നമുക്ക് മിസ്സാവുന്നത് 6000 ചില്ലാനും വർഷമാണ് അവിടെ പോകുന്നത്. 1-2 വർഷമല്ല. അടുത്ത ജൂണിലെത്തുമ്പോഴേക്ക്, ജൂൺ ജൂലൈയിൽ എത്തുമ്പോഴേക്ക് 180 ഡിഗ്രി ചെരിയണം. അത് നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ 180 ഡിഗ്രി ഭൂമി തിരിഞ്ഞേ മതിയാവുള്ളൂ. ആ ചെരുവിന് നമുക്ക് ഒരു 6 മാസം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് ഗ്ലോബിൽ തിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഭൂമിയെ സംബന്ധിച്ച് അതിന്റെ പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഇപ്പൊ നാസയുടെ ആ പ്രിസഷന്റെ ചിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ അനിമേറ്റഡ് ഉള്ളതിൽ കാണുമ്പോൾ നമുക്ക് അവിടെ ഭൂമധ്യ രേഖ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാവാം? നാസ ശരിക്കും പറഞ്ഞാൽ നാസയുടെ ചിത്രം ഇപ്പൊ അതിനകത്ത് ഞാൻ കാണുണ്ടായി. ആ ചിത്രങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ എന്തുകൊണ്ടാവാം ഈ ഭൗമശാസ്ത്രജ്ഞര് ഈ ഒരു രീതിയിലേക്കുള്ള അവരുടെ ഒരു അന്വേഷണങ്ങൾ അത് എന്തുകൊണ്ടാണ് അവർ പോവാത്തതെന്ന് എനിക്ക് അതാ പറഞ്ഞു. ഇങ്ങനെ ഇത് പണ്ടേ സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനം അതിന്റെ ആവശ്യം അവർക്ക് വരുന്നില്ലല്ലോ. നിലവില് നമ്മളെ കൺസെപ്റ്റുകൾ കണ്ടുപിടിക്കപ്പെട്ടു, ഇനിയിപ്പോ അതൊന്നും ചെയ്യണ്ട എന്നൊരു അതാണ്. അത് അവിടെ ബേസ് ആണ്. ഭൂമി കറങ്ങുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, രാവും പകലും നമ്മൾ അനുഭവിക്കുന്നു. വർഷത്തിലൊരു വർഷം ഉണ്ടാവുന്നുണ്ട്, ചുരുക്കുന്നു. മറ്റേത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവിന് ഉണ്ടാകുന്ന കറക്കം, അത് ഭൂമിയിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ അത് വളരെ റീസെന്റ് ആയി പഠിച്ചു വെച്ചതായോണ്ടാണ് അത് ഈ ബേസിനെ മാറ്റും എന്നുള്ള ഒരു ചിന്ത ഇതുവരെ ആർക്കും വന്നിട്ടില്ലായിരിക്കും. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് പരിഷത്തിന്റെ കെയർ ഓഫിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കെയർ ഓഫിൽ ഒരു ഓൺലൈൻ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ഡോക്ടർ, പേര് ഞാൻ പറയുന്നില്ല, അവര് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. അവര് ഓൺലൈൻ ക്ലാസ്സാണ്, ക്ലാസ് എടുക്കുന്നു. അപ്പൊ എനിക്ക് ഇയാളുടെ നമ്പർ അറിയുകൊണ്ട് നമ്മൾ അന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സുഹൃത്തെ അത് എങ്ങനെയാണ് നിങ്ങളിത് ഡിസ്ക്രൈബ് ചെയ്യുക, ഇത് രണ്ട് സംഭവമല്ലേ എന്ന് ചോദിച്ചോട് കൂടി അയാൾ എന്നോട് എടുത്ത് ചാടിയ പോലെ ചോദിച്ചു, നാസയ്ക്ക് തെറ്റുമോ എന്നാ ചോദിച്ചത്. അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഇത് ഭൗമശാസ്ത്രജ്ഞനാണോ കേട്ടോ, അല്ലാതെ നമ്മളെ പോലെ ആ വകുപ്പല്ല. അപ്പൊ അവര് പറയുന്നത് നാസയ്ക്ക് തെറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിച്ചു, എന്താ നാസയ്ക്ക് തെറ്റാൻ പാടില്ല എന്ന് വല്ല വകുപ്പും? അതിലങ്ങനെ 1-2 പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള ഒരാളുടെ ക്ലാസ് ഞാൻ കേട്ട് എന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അവിടെ നിർത്തിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് അല്ല ആലോചിക്കുന്നത്, നീ ആരാ നാസേനെ ചോദ്യം ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് തിരിച്ചു വരുന്നത്. അതായത് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിപ്പോൾ ഏത് കാര്യത്തിലും ഉണ്ടാവുമല്ലോ. നമ്മളൊരതിൽ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം കേൾക്കാത്ത ഒരവസ്ഥ, അതുപോലുള്ളൊരു അവസ്ഥയ്ക്ക് നമ്മളെ ഭൂമി ഇപ്പൊ പരന്ന ഭൂമി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കാലം എടുത്തല്ലോ, അല്ല ഒരുപാട് വർഷം എടുത്തിട്ടാണല്ലോ. പിന്നെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടൊക്കെയാണ് ഭൂമി ഉരുണ്ടതാണ്. എന്നാൽ എന്നിട്ടും ഇപ്പോഴും ഈ പുതിയ കാലത്ത് 2026 ഭൂമി പരന്നതാന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ ഉരുണ്ടാൻ പാടില്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മളെ ഇതിന്റെയൊക്കെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇനി 2 ഇതിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഒന്ന്, കാലാവസ്ഥ വ്യതിയാനം നമ്മളെല്ലാം അറിയുന്നു അല്ലെ. ആ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളൊക്കെ മനുഷ്യൻ, ഹ്യൂമൻ എന്തായാലും പോപ്പുലേഷൻ കൂടിയോട് അല്ലെങ്കിൽ മറ്റേ പൊല്യൂഷൻ കൂടിയോട് കൂടി അങ്ങനെയുള്ള പല കാരണങ്ങൾ നമ്മളതിനെ നിരത്തി ഓട്ടയടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഭൂമിയെ സംബന്ധിച്ച് ഭൂമി അതിന്റെ ഒരു 2-3 ഡിഗ്രി ചെരിഞ്ഞ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഈ 70-72% ഭൂമിയിൽ വെള്ളമുള്ളത്. വെള്ളത്തിനെ സംബന്ധിച്ച് ചെരുവ് വന്നു കഴിഞ്ഞാൽ അത് നിയറസ്റ്റ് എവിടെയാണോ താഴ്ന്നു കിടക്കുന്നത് അവിടേക്ക് അങ്ങോട്ട് ഇരച്ച് കയറി വരിക ചെയ്യുക. നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്ന പോലെ ആവില്ല ഒരു സമുദ്രം വരുന്ന വരവ്. അതിനെ നമുക്ക് മുന്നേ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഉയരങ്ങളിലേക്ക് വേറെ എവിടേക്കെങ്കിലും ഇതൊന്നും മാറ്റാൻ പറ്റുക. പ്രകൃതിയുടെ ഒരു കാര്യങ്ങളും നമുക്ക് വ്യക്തമായി പ്രവചിക്കാൻ ഇന്ന്
ഉം. അവസ്ഥയില്ല. അതായത് ഭൂകമ്പങ്ങൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഉം. എന്നുവെച്ചാൽ അത് സംഭവിക്കുന്നതിന്റെ ചെറിയൊരു മിനിറ്റുകളൊക്കെ മുമ്പേ നമുക്ക് മൊബൈലിലൊക്കെ അലർട്ട് വരുന്നൊരു സംവിധാനമുണ്ട്. പക്ഷെ ആ നേരം കൊണ്ടൊന്നും ഏതാനും സെക്കൻഡുകൾ ഏറ്റൊന്നും നമുക്കൊരു ഒന്നും ചെയ്യാൻ ജനത പറ്റില്ല. പോയിട്ട് നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ അലാറം കേട്ടൊന്ന് ഉണർന്നിട്ട് ഓക്കെ ഞാൻ മരിച്ചു എന്ന് പറയാം. അത്രേ പറ്റുള്ളൂ. കാരണം വേറെ രക്ഷയില്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളെ സമുദ്രം ഏത് വഴി തിരിച്ച് കയറും എന്നൊരു പഠനം ആ വഴിക്ക് പോയാലല്ലേ നമുക്ക് ഈ മനുഷ്യൻ മാത്രമല്ല സകല ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ അതിൽ നിലനിൽപ്പ് വെള്ളത്തിലെ ജീവികൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി കരജീവികൾ എവിടെയും കണ്ടു കിട്ടാത്തതിനെയും കാര്യതാണ്. മഴ പെയ്തിട്ട് വെള്ളം വരുന്ന പോലെ അല്ലല്ലോ ആവില്ല. കടല് കയറുമ്പോ. കടല് വരുന്ന വഴി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞല്ലോ, ഒരു സുനാമി അടിച്ചു കയറിയാൽ നമുക്ക് അന്ന് 2-3 ലക്ഷം ആളാണ് അന്ന് 2000-ന്റെ തുടക്കത്തിൽ ഒരു സുനാമി കൊണ്ട് ലോകത്തിലെ 10-15 രാജ്യങ്ങളിലായി തീരുമാനമായത്. എന്തേ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം ഉണ്ടായി, ചെറിയൊരു ഭൂകമ്പം അല്ലേ. പക്ഷെ ഇത് ഭൂകമ്പങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു ഘട്ടം കൂടി വേറെ വരുന്നുണ്ട്. ഇത് ഈ കാലാവസ്ഥേന്റെ അല്ലാത്ത വേറെ സംഭവം കൂടി വരുന്നുണ്ട്. അത് വരുന്നതിന് പറഞ്ഞാൽ നമ്മൾ ഭൂഫലകങ്ങളുടെ ഇത് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ഈ സീസണലായിട്ട് എന്തുകൊണ്ട് കറക്റ്റായിട്ട് ഒരു ചൂട് ഇതിൻ്റെ ഉള്ളിലൂടെ പ്രവഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഭൂഫലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കട്ടയല്ല, കിലോമീറ്റർ കണക്കിന് തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ആ കനമുള്ള ഒരുപാട് അടുക്കുകൾ കൂടിയതാണിത്. അപ്പൊ അതില് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭൂമി നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്ത് കൂടെ ആഫ്രിക്കയിൽ നിന്ന് വേറിട്ടിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം കുറെ കാലം നീങ്ങി, എന്നിട്ട് യൂറേഷ്യൻ വൻകടലിൽ പോയി ഇടിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടായതെന്നും അതിന്റെ ഭാഗമാണ് ഹിമാലയം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ തമാശക്ക് ചോദിക്കും, ഈ സമുദ്രത്തിലൂടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന വലിയൊരു ഭാഗം ഒരു ബോട്ടോ തോണിയോ എന്തെങ്കിലാണോ തുഴഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ? അതൊരു അവസ്ഥയാണല്ലോ. കാരണം അവിടെ നടുവിലൊന്നും തടയാതെ ഉണ്ടാവണം വേണ്ടേ. പിന്നെ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാവണം. വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയല്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ ഇതെങ്ങനെ നീങ്ങുന്നത്? നീങ്ങാനും വഴിയുണ്ട്. എന്നുവെച്ചാൽ ഭൂമിയുടെ ബാലൻസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ഇതിനനുസരിച്ചിട്ടും ഭൂമിയുടെ പല രീതിയിലേക്ക് അത് ബാലൻസിങ് മാറാം. അങ്ങനെ വെയിറ്റ് ബാലൻസിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വൻകരകളുടെ അടുക്കുകൾ 4-5 കിലോമീറ്റർ അടുക്കുകൾ എന്ത് ചെയ്യും, അടുത്ത ഭാഗത്തേക്ക് തെന്നി നീങ്ങും. അത്തരത്തിൽ തെന്നി നീങ്ങുമ്പോഴും സ്വാഭാവികമായിട്ടും വെയിറ്റ് മാറുമ്പോഴൊക്കെയാണ് വൻകരകൾ, വിള്ളലുകൾ ഒക്കെ അടയാളങ്ങൾ ഭൂമി ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. നിലവിൽ അത്തരം അടയാളങ്ങൾ ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗം വിണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോഴും അതിൻ്റെ റീസൺ അറിയില്ലെങ്കിൽ നമ്മളാകെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ഇതാ ഈ പുതിയൊരു കടലുണ്ടാവുന്നു, പുതിയൊരു സമുദ്രം ഉണ്ടാവുന്നു. അതിലപ്പുറത്തേക്ക് ഇത് എന്തുകൊണ്ടാവും ഉണ്ടാവുന്നത്, ഇനി അടുത്ത ഇമ്പാക്റ്റ് എന്താവും എന്നുള്ളത് നമ്മൾ ആരും പഠിക്കാൻ പോകുന്നില്ല. നോക്കിയിട്ടുണ്ടോ? നമ്മളെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയാണ്, ആഫ്രിക്കൻ ഭൂഖണ്ഡം വിള്ളുന്നു, അതിൽ പുതിയ ഒരു സമുദ്രം രൂപപ്പെടാം. എന്നുവെച്ചാൽ ആ വിള്ളലിലൂടെ വെള്ളം വന്ന് നിറയും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സമുദ്രം ആവണല്ലോ. അത്തരത്തിലാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയുടെ ഈ ചെരിവ്, ആ ചെരിവ് ഒരു വർഷം കൊണ്ട് ഒരു പ്രിസഷൻ നടത്തുന്ന അവസ്ഥ, അതായത് 360 ഡിഗ്രി ചെരിയുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതിനെന്ത് ചെയ്യണം? തിരുത്തുക തന്നെ വേണം. അതിനെ തിരുത്തിയാൽ എന്താ മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതൊക്കെ തെറ്റാണല്ലോ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക് വേണ്ടേ. ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും എങ്ങനെയാണ് സൂര്യന്റെ അയന ചലനങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞു കൊടുക്കണം. വളരെ ഈസിയാണ്. പിന്നെ അതെവിടെ എങ്ങനെ സമദിനരാത്രി ഉണ്ടാവണമെന്ന് പറഞ്ഞു കൊടുക്കണം. അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെച്ചാൽ അതെല്ലാം ഓൾറെഡി ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആ രീതിക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈസി ആയിട്ട് ഇതിനെ ഗ്ലോബിനെ തിരിച്ചു വെച്ചിട്ടാണ് അത് ഒപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അന്ന് പറഞ്ഞല്ലോ, നമ്മൾ സൂര്യന് ചുറ്റുമുള്ള ഇതിനെ ഓർബിറ്റ് എന്ന് പറയും. ആ ഓർബിറ്റുള്ള ഒരു തലം, അതിനെ നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്നാ പറയുന്നത്. നിരന്നൊരു പ്രതലം പോലെ. പക്ഷെ ആ നിരന്ന പ്രതലത്തിന് അത്ര നിരപ്പല്ല സംഗതി. അതിനെന്താ വെച്ച് കഴിഞ്ഞാല് അതിൽ ചെറിയൊരു ചെരിവുണ്ട്. ഈ ചെരിവ് നമുക്ക് അളക്കുന്നത് സൂര്യന്റെ മധ്യഭാഗവും ഭൂമിയുടെ മധ്യഭാഗവും ഈക്വൽ ആയി വരുമ്പോഴാണ് നമ്മൾ സമദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബാലൻസ് പോകുമ്പോഴാണ് അതൊന്ന് പൊങ്ങി താഴെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഭാഗം കയറുന്നുണ്ട്, ഒരു ഭാഗം ഇറങ്ങുന്നു നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 2 തവണ കൃത്യമായി 6 മാസം കൂടുമ്പോൾ
സമദിനരാത്രം കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി, അല്ലെങ്കിൽ ആ ഒരു അതെ, ആ സ്റ്റേജിൽ ഒരു രണ്ടുപേരും മാറ്റമുണ്ട്. ഒപ്പാണ്. ഉം, ഉം, പിന്നെ അടുത്തത് ഒന്ന് മുകളിലേക്കും കയറുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ഒന്ന് താഴോട്ടും പോകുന്നുണ്ട്, ഉം, അതും ഉറപ്പാണ്. അതിനൊന്ന് കൂട്ടി വായിച്ചാൽ മതി. ഉം, അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഭൂമി ഇപ്പൊ എങ്ങനെയുണ്ടോ അതേ അവസ്ഥയെ തന്നെ നമ്മൾ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഭ്രമണപഥം നമുക്കൊന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഉം, അതേപടി കറക്കി കഴിഞ്ഞാൽ ആ കറക്കത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഉം, ഉം. പിന്നെ അടുത്തത് വരുന്നത് ഈ പറഞ്ഞ സീസൺസ് ഉണ്ടാവാൻ സൂര്യപ്രകാശത്തിന്റെ വേറെ വല്ല കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നമ്മൾ മഴ പെയ്യാനോ അല്ലെങ്കിൽ ചൂട് കൂടാനോ ഒക്കെ വല്ല സംഗതി ഉണ്ടോ എന്ന് നമുക്ക് അധിക സമയം കിടക്കും. കാരണം നമ്മൾ പഠിച്ച ഒന്നും കളയണമെന്നല്ല ഈ പറയുന്നത്. അന്തരീക്ഷത്തിന്റെ മേലെ, ഭൂമിയുടെ ഭൗമോപരിതലത്തിന്റെ മേലെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. അതിനൊന്നും മാറ്റണ്ട, മാറ്റം വരാൻ പോകുന്നില്ല. അതിനൊന്നും നമ്മൾ മാറ്റേണ്ട. അത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇതാണ്. പക്ഷെ ആ അന്തരീക്ഷത്തിലേക്ക് പുതുതായി വരുന്ന ഓരോ വാതകത്തിന്റെയും അവസ്ഥ, ഇപ്പൊ നമ്മൾ ഒരു ഫാക്ടറിയിൽ നിന്ന് മനുഷ്യൻ ഇത്ര കാലം ഉണ്ടാക്കിയ പോലത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ആവില്ല ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരു അഗ്നിപർവ്വതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വരുമ്പോ ഉണ്ടാവുക. അത് വളരെ പെട്ടെന്നാണ്. അതിന്റെ ഒരു ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക്കിലും ഒക്കെ കാണുന്ന സൈക്ലോണുകളുടെ രൂപീകരണം. അതുവരെ നമ്മളെ കണക്കിലില്ലാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഏതാനും ദിവസം കൊണ്ടാണ് പ്രത്യേക കൊടുങ്കാറ്റിന്റെ പേര് അതിന് നമ്മളൊരു പേരിട്ടോ, അവന് പേരിട്ടോ അവിടെ വിളിക്കും. ആളുകളൊക്കെ പിന്നെ കുറച്ച് ദിവസം നോക്കുക. അതിപ്പോ ഈയിടെ തുടങ്ങിയതാ. ഏതെങ്കിലും വല്ല സ്ത്രീകളുടെ പേര്, എന്തെങ്കിലുമൊക്കെ ഒരു പേരൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒരു തമാശയാണ്. ലോകരാജ്യങ്ങൾ അതിന് പേരിങ്ങനെ നിർത്തി ചാർട്ടിംഗ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തങ്ങനെ വരാൻ കാത്തിരിക്കുകയാണ് പേരിടാൻ. പക്ഷെ ആ പേരിടലല്ലോ അതിന്റെ ഒരു കാര്യം. എങ്ങനെ അത് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ അറിയണമെന്നുണ്ടെങ്കിൽ സൂര്യൻ എന്നുള്ള ലൈറ്റ് മാത്രം നോക്കിയിരുന്നാൽ കിട്ടില്ല. അത് സമുദ്രത്തിൽ നിന്ന് ചൂട് പിടിച്ച ജലം അതിസ്പീഡിൽ വരുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അത്രയും വലിയ വോള്യത്തിൽ അത് വരുന്നത്, അത്രയും വലിയ അളവിൽ ഇത് വരുമ്പോ അവിടെ ചൂടിന്റെ മാറ്റം വരും. അത് മാറ്റം വരുന്ന അത് ആ രീതിയിൽ നോക്കണമെങ്കിൽ നമ്മൾ മേലേക്കല്ല നോക്കേണ്ടത്, സമുദ്രങ്ങളിലെയും കരയിലെയും ഓരോ അവസ്ഥയും നോക്കണം. പിന്നെ ഇത് തന്നെ നമ്മൾ വൻകരകളുടെ ആ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഭൂമി പോയി നമ്മളെ ഇന്ത്യ പോയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം പോയിട്ട് യൂറേഷ്യൻ ഭൂഖണ്ഡത്തേക്ക് ഇടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ഇതെന്താണ് ഒന്നിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥ. അതായത് ചൈനയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ യൂറേഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒരു 7-8 കിലോമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു തിക്കുള്ള ഒരു ഫലകമാണ് കയറി നിന്ന് കഴിഞ്ഞാൽ ഇതെന്തായി? ഇതാണ് ഹിമാലയം. ആ ഇടിച്ച ഇമ്പാക്റ്റിൽ കുറെ മടക്ക് ചുളിവുകൾ വരുന്നതാണ് ഹിമാലയത്തിന്റെ മടക്കുകൾ എന്ന് വേണേൽ പറയാം. അതായത് അവിടെ ഇങ്ങോട്ട് ഇടിക്കുന്നതുകൊണ്ടാണ് ചുളിയുമല്ലോ. ഇത് തന്നെയാണ് ആ അടരുകൾ അല്ലാതെ അടുക്കുകളുടെ ഒരു അടുത്ത പത്രം. പക്ഷെ ഉള്ളിൽ നടക്കുന്നു, അതിന്റെ ഉള്ളിൽ ചൂടും കാര്യങ്ങളും അത് അവിടെ തന്നെ ഉണ്ട്, അത് എവിടേക്കും പോകുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിടെ ഒരു ഇതിന് കൂടുതൽ ടെൻഡൻസി കൂടാനുള്ള ഒരു സ്ഥലമാണ്. ഞാൻ രണ്ടെണ്ണം ചേർന്ന് ഇടിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഇതിന്റെ ഉള്ളിലുള്ള ചൂടിന് കുറച്ചുകൂടെ അതിലേക്ക് പാസ് ചെയ്യാനുള്ള ഗ്യാപ്പുകളും അല്ലെങ്കിൽ അതിനുള്ളൊരു വെന്റിലേഷനും അവിടെ വരും. നമുക്ക് ഇവിടെ പോയി കേരളത്തിന്റെ ഈ ഭാഗത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ തെക്കേ മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ഒന്നും ഭൂചലനവുമായി വരുന്ന പ്രകമ്പനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിക്കോണമെന്നില്ല. പക്ഷെ ഹിമാലയത്തിലൊക്കെ ഏത് ദിവസവും എപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ട് ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിലും ഗംഭീരമാണ് നമ്മൾ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് ആ ഒരു ബെൽറ്റ്. അവിടെ ഒരു ദിവസം ഒരു 2-ന്റെയും 4-ന്റെയും മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ 6-ന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഭൂചലനങ്ങൾ ഒരു 10-60 എണ്ണമൊക്കെ ആവറേജ് ഒരു ദിവസം സംഭവിക്കുന്നു. അപ്പൊ എന്താണ്, ഒരു മണിക്കൂറിൽ 2-3 ഭൂചലനങ്ങൾ അവർക്ക് സ്ഥിരമാണ്. അതിനൊക്കെ ഒരുപാട് റീസണുകൾ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭൂമിയിലേക്ക് നോക്കിയിരുന്നാലേ നമുക്ക് പിടികിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾക്കിപ്പോ പഠന മേഖല ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ രീതി അവിടെ അങ്ങനെ ഒരു വാതിൽ നമ്മൾക്ക് ഇല്ല. അതിനെ മാറ്റി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇനി ഭാവിയിൽ കൂടുതൽ ഭൂമിയിലേക്ക് തിരികേണ്ടുന്ന സമയമായി. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പലതിലും നമ്മൾ സൂര്യനെ മാത്രം നോക്കി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു കൊളക്കില്ലെങ്കിൽ പറയുന്ന മാനം നോക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ ഭൂമിയിലാണ് പലതിൻ്റെ കാര്യവും കാരണവും കിടക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത്. കോടിക്കണക്കിന് അല്ലെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങൾ ജീവിക്കുന്ന ഈ ഇതിൽ നമുക്ക് വായു വേണം. അതും വെറുതെ വായു കിട്ടിയാൽ പോരാ, വെള്ളം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം, എല്ലാം വേണം. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ അപ്പോൾ നമ്മളെ ശാസ്ത്രം പറയുന്ന പോലെ അടുത്ത ദിവസം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു വണ്ടി കയറി അടുത്തൊരു ഗ്രഹത്തിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന
മാറ്റങ്ങളെ മുന്നേ അറിഞ്ഞ് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കണമെങ്കിൽ ഇങ്ങനൊരു ഫോൾട്ട് നമ്മൾ തിരുത്തണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായി പലരുടെയും കഥകൾ മുട്ടോണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ അതോറിറ്റികളൊന്ന് ഇതിലേക്ക് ശ്രദ്ധിച്ചാലല്ലേ നമുക്കത് ഇതിന് കൂടുതൽ. ഞാൻ പറഞ്ഞില്ല ഞാൻ മുഴുവൻ കണ്ടെത്തി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അത് ആര് എവിടെ ഇതാക്കിയാലും അതിങ്ങനെ വരുള്ളൂ. പക്ഷെ അതൊന്നും അവർ പ്രാക്ടിക്കലായിട്ട് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്. അതുപോലെ തന്നെ അതിനിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നമ്മളെ CM ചെയറായിട്ടുള്ള ചെയർമാനായിട്ടുള്ള അവർക്ക് ഇത് കൊടുത്തിട്ട് അവർ ഇത് ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തോട്ടെ. പ്രസന്റ് ചെയ്താൽ വരാൻ പോകുന്ന മാറ്റം ഇന്നേ വരെ ലോകം പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം മലയാളികൾ തിരുത്തി എന്ന് പറയുന്നതിന്റെ ഒരു വലിപ്പം ചെറുതല്ലല്ലോ. ഈ നമുക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നിരവധി ഭൗമശാസ്ത്രജ്ഞരുണ്ടാവും. അപ്പൊ അവരായിട്ട് ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൽ? ഞാൻ കുറച്ചൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ ഒരു പർട്ടിക്കുലർ ശാഖയില് ഇത് റിസർച്ച് ചെയ്ത് അതിലൊരു PhD കിട്ടി. അതിന്റെ ജോലി, അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു കസാലക്കനം കൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ അത്രയും ഫ്രാങ്ക് ആയിട്ട് പറയാം കേട്ടോ. ഒരുപാട് നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ, അതായത് നമ്മളിപ്പോ സമൂഹത്തിൽ വിലയും നിലയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേരെ നേരെ നേട്ടുന്നതിൽ ശാസ്ത്രം ശരിക്കും ഒരു അവസാനിക്കുന്നില്ല. ശാസ്ത്രം കറക്റ്റ് ചെയ്ത് പോവുക തന്നെ ചെയ്യും. കാരണം ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അത് ഇന്ന ആള് കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയത് അയാൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനം കൊടുത്തിട്ടൊന്നും അതിന്റെ ആവശ്യമില്ല. ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. തെറ്റുകൾ തിരുത്തി തന്നെയാണ് ശാസ്ത്രത്തിന്റെ ലോകത്ത് വളർന്നിട്ടുള്ളത്. പണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളെ തല്ലിക്കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിഷം കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ നമ്മളെ മാനവ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളും നമ്മൾ പടിപടിയായിട്ട് മാറിയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ ഇതും മാറിയാലേ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പൊ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഫോൾട്ട് എന്ന് തിരിച്ചറിയണം. അത് നല്ലൊരു ലൈറ്റും ഒരു ഗ്ലോബും കിട്ടിയാൽ ഞാൻ വേണേൽ ക്ലാസ് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. എന്താണ് സംഭവിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ഈ 90 ഡിഗ്രി അത് ശരിയില്ല. 90 ഡിഗ്രി ചെരിഞ്ഞാലല്ലേ ഒരു പൊസിഷൻ എത്തുമ്പോഴേക്ക് ഇത് പോളാർ സ്റ്റാറിന്റെ അവിടേക്ക് തന്നെ ചൂണ്ടി നിൽക്കുകയുള്ളൂ. ഒരു വൃത്തത്തിലാണ് സഞ്ചരിക്കുന്നത്. ചതുരത്തിലാണ് വെച്ചാൽ ഓക്കെ. ഭൂമിയുടെ ഭ്രമണപഥം ഒരു ചതുരമാണ്. ഞാൻ ഇപ്പൊ ഇന്ന് എന്റെ ഫേസ്ബുക്കിൽ 3-4 വർഷം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ റിമൈൻഡർ ഇട്ടിട്ടുണ്ട്. അതാണ് വെച്ചാൽ ഓക്കെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് പോളാർ സ്റ്റാറിന്റെ അവിടേക്ക് ചൂണ്ടി നിൽക്കുന്നു, നേരെ ഇങ്ങോട്ട് വന്നു. അവിടെ പിന്നെ കോണാണ്, അങ്ങോട്ട് പോകാൻ സ്ഥലമല്ല. അപ്പൊ എന്ത് ചെയ്തു, അതേ ചെരുവ് വെച്ചിട്ട് ആള് വേറെ താഴത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. റെക്ടാങ്കിൾ ആകുമ്പോൾ വേറെ എങ്ങോട്ട് പോകാനല്ലോ, വീണ്ടും ഇങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ ഇത് അതല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ദീർഘവൃത്താകൃതമാണ്. ആ ദീർഘവൃത്താകൃതത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും തനിയെ ഇത് ഈ 90 ഡിഗ്രി ശരിയില്ല. പിന്നെ ശരിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 ഡിഗ്രി ഇത് മാറണം തന്നെ 72 വർഷം ഭൂമി ഇങ്ങനെ സൂര്യനെ ചുറ്റണം. അപ്പൊ അത് വരുന്ന മാറ്റം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നമ്മളെ പഴയ കാലത്തെ നാഗരികതകൾ, പുരാതന നാഗരികതകൾ, അല്ലെങ്കിൽ അവരൊക്കെ ഈ സൂര്യനെ ആശ്രയിച്ചിട്ടും ചന്ദ്രനെയും അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നോക്കിയിട്ടാണ് ദിശകളും അറിഞ്ഞിട്ടുള്ളത്. അതൊക്കെ വെച്ച് പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അവർ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അത് കഥകളിലൂടെയെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയുന്ന ആ ഒരു അറിവ് പോലും ഇന്ന് നമുക്കില്ലേ എന്നാണ് എന്റെ ചോദ്യം. ധാരാളം സാധ്യതകളുള്ള ഒരു കാലാണിത്. അതെ, എന്നിട്ട് പോലും നമുക്ക് ഇപ്പൊ അതായത് പറഞ്ഞത്, ഇന്ന് നമ്മള് ഞാനൊരു ഉദാഹരണമായിട്ടല്ല, ഒരു സാധ്യത പറയാട്ടോ. നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം നമ്മളെ ഗവൺമെന്റ് ഏറ്റെടുത്തു. അവരത് ഇവിടുന്ന് അനൗൺസ് ചെയ്യാണ്, ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞങ്ങളിവിടെ ഇതിനെ കൂടുതൽ പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സംവിധാനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനത്തിനായിട്ട് ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടേ? എന്ന് കഴിഞ്ഞാൽ നമ്മളാണല്ലോ അത് തുടക്കം വെച്ചത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കാമല്ലോ, അല്ലേ? ഇപ്പം എല്ലാവരും വിദ്യാഭ്യാസത്തിന് പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ നമുക്ക് ശാസ്ത്രം തിരുത്തിയ മലയാളികളുടെ അടുത്തേക്ക് വരൂലേ? വരുത്താൻ നമുക്ക് പറ്റൂലേ? പ്രത്യേകിച്ച് നമ്മളടുത്ത് അത്രയും ടെക്നിക്കൽ സാധ്യതകളുള്ള കാലമാണ് ഇപ്പോൾ.
പഴയ പോലെ ഒരു ബൈനാക്കുലർ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഇത് ഉള്ള കാലമല്ല. GPS ബാക്കിയുള്ള സംവിധാനങ്ങളും വെച്ചിട്ട് നമ്മുടെ പുതിയ തലം സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് ഇന്ന് സമുദ്രം ഏതാണ് നിരപ്പ്, ഒരു 100 വർഷം എങ്കിലും പുറകോട്ട് അത് എത്രയായിരുന്നു. 100 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 ഡിഗ്രീന് ചേഞ്ചാണ് ഈ പറയണത്. 200 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് 2.5-3 ഡിഗ്രിക്ക് എത്തി. അപ്പോഴേക്കും അതിൻ്റെ ആ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ കമ്പ്യൂട്ടറുകൾ വെച്ചിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അങ്ങനെ അറിയാണെങ്കിൽ അടുത്ത ഒരു 10-20 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു ഡിഗ്രി ചേഞ്ച് ആകുമ്പോഴേക്കോ ഈ ഭൂമിയുടെ സമുദ്രനിരപ്പ് എത്ര മാറ്റം വരും എന്ന് നമുക്ക് അറിയാനാവില്ലേ. നമ്മളെ ഭാവി തലമുറയുടെ വെൽബീയിങ്ങിനെ നോക്കിക്കൂടെ. അതിലേക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്ത 2030 കൂടിയിട്ട് വെള്ളത്തിനടിയിലാവും എന്ന് അവർ മുന്നേ കണ്ടെത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. അവർ ഈ തലസ്ഥാനത്തിന് ജക്കാർത്തേനെ വേറെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും ഇത് മുങ്ങുമ്പോഴേക്ക് അപ്പുറത്തുള്ള ഒരു തലസ്ഥാനം അവർ ഫുൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അതെവിടെ നമ്മളെ കൊച്ചി മുങ്ങും നമ്മൾ പറയുന്നുണ്ട്. അത് ലോക സംഘടനകൾ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇങ്ങനത്തെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ ശരിക്കും ശാസ്ത്രലോകം? അല്ല, ശാസ്ത്രലോകം എത്തുന്നത് അത് വേറെ രീതിയിലാണ്. അവരെത്തിയിരിക്കുന്നത് നമ്മൾ പോളാർ ഭാഗത്ത്, അതായത് 2 ധ്രുവങ്ങളിലെയും മഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, കാലങ്ങളോളം ഐസായി കിടന്ന മഞ്ഞ് ഉരുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസായി കിടന്ന ഉരുകഴിഞ്ഞാൽ അത്രയും വെള്ളം സമുദ്രനിരപ്പ് ഉയരും. അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അത് ഉരുകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസോണിനെ പറയും, ഓസോണിന്റെ ഇതിലെ ദ്വാരത്തിനെ കുറിച്ച് പറയും, ഇവിടെ കാർബൺ കൂടിയതിനെ കുറിച്ച് പറയും, ഫോസിൽ ഇന്ധനങ്ങളാണ് അതിന് കാരണം എന്ന് പറയും. അങ്ങനെ കുറെ കാരണങ്ങൾ നിർത്തി നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള പോലെ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയുടെ ഉള്ളിൽ അതിഭീകരമായ അവസ്ഥയിൽ, അങ്ങനെ തന്നെ അതിന് പറയേണ്ടി വരും അല്ലേ, അതിഭീകരമായ അവസ്ഥയിൽ ചൂട് കൂടുമ്പോൾ സമ്മർദ്ദം കൂടുന്നുണ്ട്. ആ ചൂടിൻ്റെ റിഫ്ലക്ഷനാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 2 ധ്രുവങ്ങളിലും അതിഗംഭീരമായ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും സൈബീരിയൻ ഭാഗത്തൊക്കെ റെക്കോർഡ് ഇത് ഇപ്പോൾ ഏതാനും വർഷം മുമ്പ് തന്നെ 2-3 വർഷം മുമ്പ് തന്നെ 30-40 ഡിഗ്രി ഒക്കെ ഒരു സീസണിൽ ചൂട് കൂടിയിട്ടുണ്ട്. അതേപടി മൈനസിൽ കിടന്നിരുന്ന അന്റാർട്ടിക്ക, അതായത് തെക്കൻ ഇതിൽ 17-18 ഡിഗ്രി ഒക്കെ ചൂട് വന്നിട്ടുണ്ട്. 6 മാസം ഐസായി കിടക്കുന്ന, അത് ഇരുട്ട് മൂടി കിടക്കുന്നൊക്കെ സ്ഥലങ്ങളാണല്ലോ ഈ അന്റാർട്ടിക്കും. 6 മാസം ഇരുട്ടും 6 മാസം പകലൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഐസ് മൂടി കിടക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മനുഷ്യൻ പര്യവേഷണത്തിന് കൂടും, അന്റാർട്ടിക്കയിലേക്ക് പോവാറില്ല. അതിൻ്റെ അവിടെയൊക്കെ ഈ ചൂട് കൂടുക എന്ന് പറയുന്നത് സൂര്യപ്രകാശം തട്ടിയിട്ടല്ല ചൂട് പിടിക്കുന്നത്. ഇപ്പൊ പക്ഷേ നിലവിലെ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ അന്തരീക്ഷത്തിലുള്ള ചൂട് കൂട്ടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഭൗമതാപം കൂടുന്നു എന്നുള്ള നിലയ്ക്കാണ്. അതിന് നമ്മൾ പറയില്ലേ, ഇവിടെ ഉള്ള ചൂടിനെ പുറത്ത് വിടാതെ ഇത് നമ്മൾ പിടിച്ചു വെക്കുന്ന അന്തരീക്ഷം ഉണ്ടായതുകൊണ്ടാണല്ലോ ഭൂമിയിൽ ജീവൻ സാധ്യമായിട്ടുള്ളത്. മറ്റ് സൗരത്തിലെ മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഇത്രയും അന്തരീക്ഷത്തിന്റെ ഒരു കവചം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒന്നും ലൈഫ് പോസിബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പൊ ആ അന്തരീക്ഷത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അന്തരീക്ഷത്തിന് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെയറുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ, ഇപ്പോൾ നമുക്ക് ഒരു 3 കിലോമീറ്ററിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞു 2-2.5 കിലോമീറ്ററിന് മേലേക്ക് പോയ തണുപ്പാണ്. അതിങ്ങനെ പോയി കുറെ ഒരു 10-15 കിലോമീറ്റർ, ഇപ്പോൾ പിന്നെ നമ്മളെ വിമാനങ്ങളൊക്കെ പോകുന്ന ആ രീതിയിൽ -ഡിഗ്രിയിലുള്ള തണുപ്പുണ്ട്. അതിന്റെ മേലേക്ക് പോയാൽ പിന്നെ ചൂടുള്ള സ്ഥലങ്ങളുണ്ട്. അന്തരീക്ഷത്തിന്റെ ഓരോ തട്ടുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഭൂമിയുടെ ഉള്ളിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഓരോ അടലിന്റെ ഉള്ളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലല്ലേ. നമ്മളിപ്പോൾ ആകെ ഭൂമിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത് ഇവിടെ എണ്ണ ഉണ്ട്, ക്രൂഡ് ഓയിൽ എവിടെ നിന്നെങ്കിലും കുഴിച്ചെടുക്കാൻ കിട്ടും, അല്ലെങ്കിൽ അവിടെ സ്വർണ്ണം ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയമണ്ട്സ് ഉണ്ടോ. നമ്മളെ ആകാശത്തിൽ നമുക്ക് ബലൂണ് പറത്തി വിട്ടിട്ടൊക്കെയാണ്, അന്തരീക്ഷ മർദ്ദത്തിന്റെ മാറ്റം വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ എന്ത് വരുന്നത്, നമ്മൾ മഴയും ചൂടും കാറ്റും കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത്, അതിന്റെ കാറ്റിന്റെ ഗതികളും വിഗതികളും ഒക്കെ നോക്കിയിട്ട്. പക്ഷെ നമ്മൾ ഭൂമിനെ സംബന്ധിച്ച് ഭൂമിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അത് അത്രയും കിട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ എങ്കിലും പല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലോകം മൊത്തമുള്ള വോൾക്കാനിക്, അതായത് അഗ്നിപർവ്വതങ്ങളുടെ ഇത് നോക്കുന്ന വിഭാഗങ്ങളുണ്ട്. എവിടെയെങ്കിലും ഭൂമിയുടെ ഒരു ചെറിയ മൈന്യൂട്ട് ഇളക്കം വന്നു കഴിഞ്ഞാൽ അവർ അപ്പം നോട്ട് ചെയ്യും. അപ്പൊ ആ ഇതൊക്കെ നോട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത വർഷമോ അടുത്ത ആഴ്ചയോ ഇതേ സമയത്തുമ്പോഴേക്കും അത് അവിടെ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുന്നുണ്ടോ, ഇതിന്റെ പ്രകമ്പന തോത് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളുടെ എണ്ണം
കൂടുതൽ ആക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉം. നോക്കുന്നുണ്ട്. ഉം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ അഗ്നിപർവ്വതങ്ങൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. ഉം. ഉം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മളെ പസഫിക് സമുദ്രത്തിൽ അത് അവിടെ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സമുദ്രത്തിന്റെ ഉള്ളിൽ ഉം. ചൂട് കൂടുന്ന, അതായത് സമുദ്രജലം ചൂട് പിടിക്കുന്ന ഉം. അവസ്ഥ, ഉം. അത് ആക്റ്റീവ് വളരെ ഏറ്റവും അതായത് കഴിഞ്ഞ ഇത്ര ബില്യൺ കണക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നൊരവസ്ഥയ്ക്ക് ഇത് പോകുന്നോ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളൊക്കെ കാണാം. ഉം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അത് വേറെ നമ്മൾ കൂട്ടേണ്ടതാണ്. ഉം. അതിനാണ് കുറച്ചുകൂടെ അപകട സാധ്യത ഇനി വരാൻ പോകുന്ന കാലത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ഒരു പാചകം നടത്തുന്ന ഒരു ഇത് പറയുകയാണ്, ഒരു അടുപ്പ് കത്തിച്ച് നമ്മൾ ചോറ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് തുടക്കമൊന്നും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തിളയ്ക്കണ വരെ ഇങ്ങനെ നിന്നോളും. പക്ഷെ തിള പൊങ്ങിക്കഴിഞ്ഞാൽ ആ അടപ്പിനെ തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒന്നായിട്ട് തിളച്ച് മറിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കേട്ടോ, ഭൂമി മൊത്തം അങ്ങനെ തിളയ്ക്കുന്നല്ല പറയണേ. കടല് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഓവറായി ചൂട് പിടിച്ചാൽ അവിടുത്തെ ജീവ സംവിധാനം എന്തായാലും അടുത്ത ഭാഗത്തേക്ക് മാറും. അപ്പൊ നമ്മളെ മത്സ്യസമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആകെ തകരാറാവും. അതൊന്ന്. പിന്നെ നമ്മുടെ ശീതജല പ്രവാഹങ്ങളുടെ തോതും അതിന്റെ സമുദ്രത്തിന്റെ ഘടനയൊക്കെ മാറിയതായിട്ടൊക്കെ ഡാറ്റകളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ 2 ധ്രുവങ്ങളിലെയും മഞ്ഞുരുകലും സൂര്യപ്രകാശവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതല്ല, അത് ഭൂമിയുടെ ഇന്നറിലുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അവിടെ ഒരു പഠന മേഖല വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയാമല്ലോ, നമ്മളിപ്പോൾ വീട് എന്നാ പൊളിഞ്ഞു ചാടാന്നറിയില്ല, പഴയ വാർപ്പിന്റെ വീടാണ്, എപ്പോൾ വേണേ പൊളിഞ്ഞു ചാടാം എന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു ചാടന വരെ താമസിക്കണമെന്ന് ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ അതിന്റെ ഒന്നുകിൽ അതെന്നെങ്കിലും മാറി നിൽക്കാൻ, നമുക്ക് ജീവൻ രക്ഷിക്കലാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഒരു കാര്യത്തിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനി വരുന്ന ജനത, ഇനി വരുന്ന ടൗൺ പ്ലാനിങ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൂമിയെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റോഡായാലും മറ്റേ ഈ തുരങ്കപാതകളായാലും റെയിലായാലും ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഇപ്പോഴത്തെ ആളുകളുടെ വണ്ടിക്ക് ഓടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൗകര്യത്തിനല്ല ഉണ്ടാവുന്നത്. ഒരു ഭാവി തലമുറയെ മുൻതൂക്കി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആളുകൾക്ക് എങ്ങനെ പോവാം, എന്തൊക്കെ ചെയ്യണം എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ നമ്മൾ ഭാവിയിലേക്ക് കൂടിയാണല്ലോ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്നത്. ആ പ്ലാൻ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം, അതിനെപ്പോലെ തന്നെ നമ്മൾ ചെയ്യണം. അടുത്ത ഇത്തരം കാലങ്ങളിൽ നമുക്ക് ഇനി വിചാരിച്ച പോലുള്ള, അതായത് നമ്മൾ പണ്ട് കണ്ടിരുന്ന ജൂൺ 1 പെയ്യുന്ന മഴയല്ല ഇങ്ങനത്തെ മഴ. ഇപ്പോഴും മഴക്കാലമാണ്, നമ്മളിവിടെ ജൂലൈ കഴിയാനായി. നമ്മൾ വേണ്ടത്ര കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല, എന്നാൽ കിട്ടിയിട്ടില്ലേന്ന് ചോദിച്ചാൽ ചില സ്ഥലത്ത് കോരിച്ചൊരിയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നാശസാധ്യത, അതായത് മുൻപ് നമ്മൾ പറഞ്ഞല്ലോ സിവിലൈസേഷനുകളൊക്കെ പോയിട്ടുള്ളത് അങ്ങ് ചൈനയിൽ നിന്ന് ഒഴുകി വന്ന ഒരു സമുദ്രം, എന്താ പറയുക, നമ്മളെ അറ്റ്ലാന്റിക് സമുദ്രത്തിലും അതിൻ്റെ ഒരു കൈവഴി നമ്മളെ രാജസ്ഥാന്റെ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ വഴി വന്ന് ബംഗ്ലാദേശ് ഇങ്ങ് തമിഴ്നാട് വരെ ഒഴുകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒഴുക്കിന്റെ ബാക്കി പത്രമാണ് അവിടുത്തെ ഇന്നുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ. ആകെ അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മളെ വെസ്റ്റേൺ ഗട്ട്സിന്റെ മുകളിലും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗമുള്ള ജനതയുമാണ്. ഈ പറഞ്ഞ ഭൂമിയിലെ അന്നത്തെ നിലനിൽക്കാൻ, നമ്മളെ ഇന്ത്യയിലെ കാര്യമാണ് കേട്ടോ ഏകദേശം പറയണത്, അവിടെ നിലനിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ആയതുകൊണ്ടും മറ്റേ ഭാഗത്തേക്ക് താഴ്ച ആയതുകൊണ്ടും അതിലൂടെ വെള്ളം ഇങ്ങോട്ട് കയറി മറിഞ്ഞിട്ടില്ലായിരിക്കും. അവിടെയും മറിഞ്ഞിരിക്കാനുള്ള ചെറിയൊരു പാതയാണ് നമ്മളെ പാലക്കാടുള്ളത്. അത് ഞാൻ കഴിഞ്ഞ വാളയാർ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം. ഇത്തരത്തില് നമ്മൾ പഴയ കാലത്തൊക്കെ അതിൻ്റെ ഒഴുക്കുകളിനെ കുറിച്ച് നമുക്ക് വേണേ എന്ത് ചെയ്യാൻ പറ്റും, ആ റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഇപ്പോഴത്തെ സാങ്കേതിക സൗകര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. അത് വെച്ചാൽ തീർച്ചയായിട്ടും അപ്പം എന്താണ്, നാളെ നമുക്കിത് ഏത് കൂടെ വരും എന്നും പഠിക്കാൻ പറ്റും. അങ്ങനെ വളരെ അത്തരത്തില് കാര്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ രീതിയിൽ സബ്ജക്റ്റ് വേണ്ടേ, അത്തരം ആവുമ്പോഴല്ലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിനെ ഒന്ന് ആ രീതിയിലേക്ക് ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാലല്ലേ ആ വലിയ വിഷയത്തേക്ക് നമുക്ക് അത് ആലോചനയ്ക്ക് ചെയ്യേണ്ടതാണ്, പ്ലാനിങ് നോക്കേണ്ടതാണ്.
അത് ആ വിഷയത്തിലേക്ക് പോവാൻ നമുക്ക് താമസിയാതെ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മനോജിന്റെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ അതിൽ എന്താ പറയുക, യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ അത് ലോകം കാണട്ടെ, അംഗീകരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ശരി.